സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ടെഡി ക്ലേ ആണ് കേട്ടോ. നമ്മൾ എഫേർട്ട് എടുക്കും തോറുമാണ് സംഭവം റെഡി ആയിട്ട് കിട്ടുള്ളൂ. ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ക്ലേ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ബോൾസ് ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ടെഡിക്ക് വേണ്ട കൈയും അതുപോലെ തന്നെ കാലും അതുപോലെ ചെവിയും എല്ലാം നമ്മൾ തന്നെ സെറ്റാക്കി വെക്കണേ. ക്ലേ എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ചതുരം ബോളാക്കി എടുത്തിട്ട് ഒരു ഈർക്കർ അതുമ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കണേ. എന്നിട്ടൊരു ബോൾസ് അതുമ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കണം. വെള്ളം വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഫിറ്റായിട്ട് നിൽക്കുക. എന്നിട്ട് ഇതേപോലെ ചെവിയും ഇതൊക്കെ രണ്ട് സൈഡിലും ഇതേപോലെ സെറ്റാക്കി വെക്കണം. സെറ്റാക്കി വെക്കുകയാണെങ്കിൽ തന്നെ അത് വെള്ളം വെച്ച് ചെയ്താൽ മതി. വെള്ളം വെച്ച് ഇതാക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഈർക്കൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചെവിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ അമർത്തിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടെഡിക്ക് വേണ്ട കൈ ഇതേപോലെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അങ്ങനെ അമർത്തി കൊടുക്കണേ. എന്നാലും അത് ഒട്ടിപ്പിടിക്കുള്ളൂ. ക്ലേ ആണ്ട് വേഗം ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ടെഡിയുടെ കൈ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ മറ്റേ കൈ നമ്മളെ സെറ്റാക്കിയിട്ട് വെക്കണം. അതും വെള്ളം വെച്ചിട്ട് തന്നെ വേണം കേട്ടോ. രണ്ട് കൈയും സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് സൈഡിലും കാലും ഇതേപോലെ വെള്ളം വെച്ചിട്ട് ആക്കി കൊടുക്കണേ. നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ചില പ്രത്യേകിച്ച് ക്ലേ വെച്ചിട്ടാണെങ്കിലും എന്ത് വെച്ചിട്ടാണെങ്കിലും ചെയ്യുമ്പോൾ ഓരോന്നും സേഫോട് ചെയ്യണം. കാരണം ചെയ്യുമ്പോൾ കോളായി പോകാതെ നോക്കും വേണം കേട്ടോ. അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളൊന്ന് ഉണക്കാൻ കൂടി വെക്കണേ. എന്നിട്ട് ഇതേപോലെ കണ്ണിയും ചെവിയും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കണം. വെയിലത്ത് 1-2 ദിവസം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് അതിൻ്റെ ക്ലേയുടെ കളറ് നമ്മൾ തന്നെ പിടിക്കും. എന്ന് വെച്ചാൽ മണ്ണ് കൂടി മിക്സ് ആയിട്ട് അതേ കളറാവും. ഒന്ന് ഉണങ്ങിയിട്ട് ഇതാക്കി വെക്കുക വേണ്ടത്. എന്നിട്ട് ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് എല്ലായിടത്തും സ്പ്രെഡാക്കണേ. സ്പ്രെഡാക്കി കഴിഞ്ഞ് ഏകദേശം ഇത് ഉണങ്ങാനും കൂടി വെക്കണം. അതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യം. ഇത് മൊത്തത്തിൽ ഒന്ന് ഇതേപോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഗ്ലോസി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് ലിക്വിഡ്, അത് നമ്മൾ വെച്ചിട്ട് ഇതാക്കി കൊടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അധികം വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ വേറൊന്നുമല്ല, ഇത് ഉണക്കാൻ വെക്കണം. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ശരി, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ശരി, നമ്മളിത് ഉണക്കാൻ കൂടി വെക്കണേ. ടെഡിയുടെ പുറകിൽ ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് എല്ലായിടത്തും ഇതാക്കണേ. എന്നിട്ട് വേണം ഇത് നമുക്ക് ഉണക്കിയെടുക്കാം. ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും സംഭവം ഇത്ര തന്നെ ഉള്ളൂ. എഫേർട്ട് എടുക്കുന്നവരാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ ഭംഗി കൂടുള്ളൂ. ഇതിപ്പോൾ ക്രാഫ്റ്റ് ആണെങ്കിലും ശരി, ജീവിതത്തിൽ എന്താണെങ്കിലും ശരി, നമ്മൾ എഫേർട്ട് എടുക്കുന്നവരാണ് നമ്മൾ അതിൽ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ട കാര്യം വരുമ്പോൾ സമയമാണ്. എനിക്ക് കിട്ടുന്ന സമയത്തിലാണ് ഞാൻ ചെയ്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.